ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 10-ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ ആയിരങ്ങൾ പ്രതിഷേധത്തിൽ അണിചേരും. 2024 ഓഗസ്റ്റ് 1-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി പിന്നോക്ക വിഭാഗങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. മേൽത്തട്ട് പരിധിയും ഉപവർഗീകരണവും ദോഷം ചെയ്യുന്നതാണെന്നും ഇവർ വ്യക്തമാക്കി. പ്രതിഷേധ സൂചകമായി വിവിധ സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥയും പ്രതിഷേധ പ്രചരണവും സംസ്ഥാനത്തൊട്ടാകെ നടക്കും. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ജനറൽ കൺവീനറായിട്ടുള്ള സമരസമിതിയുടെ പ്രതിഷേധത്തിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും പിന്തുണ നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 60ഓളം സംഘടനകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാവുകയെന്ന് കൺവീനർ കണ്ടല സുരേഷ്, KPMS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്യാം സുരേഷും പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ഡിസംബർ 10-ാം തീയതി ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 1-ാം തീയതി 2024 സുപ്രീം കോടതിയുടെ ഒരു 7-അംഗ ബെഞ്ചിന്റെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ വേർതിരിക്കുന്ന ഒരു ഉത്തരവാണ് ഈ ആഗസ്റ്റ് 1-ാം തീയതി സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചത്. പട്ടികജാതി ജനവിഭാഗങ്ങളുടെ മേൽത്തട്ട് പരിധിയും ഉപവർഗീകരണം ഇത് ദുർബല വിഭാഗങ്ങളെ വേർതിരിക്കുകയും ശിഥിലമാക്കുന്ന ഒരു നടപടിയുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നതാണ്. ആ വിധി ശരിക്കും ആ വിധി പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതൊരു ഗൂഢ ആലോചനയുടെയും അല്ലെങ്കിൽ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് മേലെ അവരുടെ അവകാശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ സംഘടിതമായുള്ള പ്രവർത്തനങ്ങളെ ശിഥിലീകരിക്കുന്ന പല രീതിയിലുള്ള ഉത്തരവുകളും നടപടികളും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തില് ഇത് സംഘടിതമായി നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ സമാപനം എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ 10-ാം തീയതിയാണ്. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ദളിത് സംഘടനകളെയും സംയോജിപ്പിച്ചുകൊണ്ട് കേരള പുലയ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ ജനറൽ കൺവീനറായും അതുപോലെ തന്നെ CSDS എന്ന് പറയുന്ന സാംബവ ചേരമ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതാവ് ശ്രീ KK സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ട് 100കണക്കിന് സാമുദായിക സംഘടനകളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത്. ഡിസംബർ 10-ന് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനും നടക്കും. അത് ആയിരങ്ങൾ പങ്കെടുക്കും. അവിടെ പ്രതിഷേധ ശക്തിയായി മാറും. അത് പട്ടികജാതി ദളിത് വിഭാഗങ്ങൾ അവരുടെ കരുത്ത് അവിടെ തെളിയിക്കും. ഈ വിധി പുനഃപരിശോധിക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള ഒരു പ്രതിഷേധമാണ് ഈ ഡിസംബർ 10-ാം തീയതി നടക്കുന്നത്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ അതിന്റെ വിളംബരവും പ്രതിഷേധ പ്രചരണങ്ങളും നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സമരത്തിന് കാട്ടാക്കട താലൂക്കിന്റെ സംയുക്ത സമിതി ശക്തമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കഴിഞ്ഞ മാസങ്ങളായി നമ്മൾ ഇവിടെ ദളിത് ആദിവാസി സംയുക്ത സമിതി കാട്ടാക്കട താലൂക്ക് യൂണിയനിൽ വിവിധ പ്രശ്നങ്ങൾ സാധാരണക്കാരന്റെ പട്ടികജാതി ആദിവാസി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ സമര പോരാട്ടങ്ങൾ നടത്തി വരുന്ന ഒരു കമ്മിറ്റിയാണ്.
ഈ കാട്ടാക്കട താലൂക്ക് സംയുക്ത സമര സമിതിയുടെ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഈ സമരത്തിനുണ്ടാകും. അത് മാത്രമല്ല, ഈ നാട്ടിലെ നമ്മുടെ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഈ സമരത്തിന് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഇതിൽ അഭ്യർത്ഥിക്കാനുള്ളത്.